വിശുദ്ധ ഖുറാനിലും കുതിര അതിൻ്റെ യജമാനോടുള്ള സ്നേഹത്താൽ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നതിനെ പറ്റി ഒരു അധ്യായം തന്നെയുണ്ട്. ഒരു മിണ്ടാ പ്രാണിക്ക് അതിൻ്റെ യജമാനോടുള്ള നന്ദിയാണ് ഇവിടെ കണ്ടത്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ പോലും അത് തയ്യാറായി. തിരുമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസത്തിലെ ഒരു പുലർച്ചെ സമയം. പുലരിവട്ടം തെളിഞ്ഞിട്ടില്ല. നിലാനദിയിലെ ഒരു കടവിലേക്ക് ഓലച്ചൂട്ടും മിന്നിച്ച് ഒരു കാരണവർ കുളിക്കാനായി നടന്നു വരുന്നു. അയാളുടെ കൂട്ടിനായി അരുമയായ വളർത്തുനായുമുണ്ട്. പുഴയോരത്തെ ഒരു തറവാട്ട് വീട്ടിലെ കുടുംബനാഥനാണ് ഈ കാരണവർ. പ്രഭാത സ്നാനത്തിനായി എല്ലാ ദിവസവും പുലർച്ചെ 3:30 മണിക്ക് കടവിലെത്തും. അതിരാവിലെയുള്ള കുളി കഴിഞ്ഞിട്ട് വേണം തറവാട്ട് വളപ്പിലെ ക്ഷേത്ര നട തുറക്കാൻ. മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നു. പാടവും തോടും പുഴയും ഒന്നായി ഒഴുകുന്നു. ഓലച്ചൂട്ട് നനയാതിരിക്കാൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റിവെച്ച് കാരണവർ കുളിക്കാനെ കൽപ്പടവിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു. ആ സമയം വളർത്തുനായ കുരച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ കടിച്ച് പിന്നിലേക്ക് വലിച്ചു. കാരണവർ അമ്പരന്നു. 2-3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിള നിറഞ്ഞൊഴുകുകയാണ്. ഏറ്റവും മുകളിലെ കൽപ്പടവിനെയും മൂടിക്കൊണ്ട് പുഴ അങ്ങനെ ഒഴുകുകയാണ്. വല്ല പാമ്പിനെയോ വല്ല ക്ഷുദ്രജീവികളോ കണ്ടിട്ടാണ് നായയുടെ വെപ്രാളമെന്ന് കരുതി അദ്ദേഹം ഓലച്ചൂട്ട് മിന്നിച്ച് അദ്ദേഹം എല്ലായിടവും പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. നായയുടെ കുരയും ബഹളം വയ്ക്കലും തുറന്നുകൊണ്ടേയിരുന്നു. കാരണവർ വീണ്ടും കടവിലേക്ക് ഇറങ്ങാൻ തുനിയുമേ നായ പിന്നെയും മുണ്ടിൽ കടിച്ചു പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ഈ നായയ്ക്ക് ഇതെന്ത് പറ്റി എന്ന് കാരണവർ ചിന്തിച്ചു. ഇനി പുഴ നിറഞ്ഞൊഴുകുന്നതും കലങ്ങി മറിഞ്ഞതും കണ്ടിട്ടുള്ള അങ്കലപ്പായിരിക്കും എന്ന് കരുതി ഒരു ചെറിയ വടിയെടുത്ത് നായയെ തല്ലാനായി ഓങ്ങി. തല്ലാനായി മുതിർന്നു കണ്ട നായ അല്പം പുറകോട്ട് മാറി. ആ തക്കത്തിൽ നിമിഷ നേരം കൊണ്ട് കാരണവർ കൽപ്പടവിലേക്ക് ഇറങ്ങി. അതേ നിമിഷം തന്നെ അതിവേഗത്തിൽ കുതിച്ചു വന്ന നായ കാരണവരുടെ തൊട്ട് മുന്നിലേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഒരു നിമിഷം വെള്ളമൊന്ന് ഇളകി മറിഞ്ഞു. നായ വെള്ളത്തിൽ കാരണവരുടെ മുന്നിലായി കൈകാലിട്ട് അടിച്ചു. എന്തോ മൽപ്പിടുത്തം നടത്തുന്ന പോലെ. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ കാരണവർ പകച്ചു നിന്നു. ഓല ചുട്ടെടുത്ത് മിന്നിച്ച് നോക്കിയപ്പോൾ ഒരു വലിയ മുതല നായയുടെ പകുതിയോളം അകത്താക്കിയിരിക്കുന്നു. വെളിച്ചം കണ്ടതോടെ മുതല നായയെയും കൊണ്ട് നിളയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. കാരണവർക്ക് തല കറങ്ങുന്നതായി തോന്നി. ലോകം തൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു. അദ്ദേഹം കൽപ്പടവിൽ തളർന്നിരുന്നു. വെള്ളത്തിൽ അല്പം മുമ്പുണ്ടായിരുന്ന അലയൊലികൾ നിലച്ച് കടവ് ശാന്തമായി. പരിഭ്രമത്തോടും വേദനയോടും കാരണവർ വീട്ടിലേക്ക് ഓടി. ഓടിക്കിതച്ചു വരുന്ന കാരണവരെ കണ്ട് ഭാര്യ പരിഭ്രമിച്ചു. എന്തു പറ്റി? എന്താണ് ഇങ്ങനെ കിതക്കുന്നത്? ഭാര്യ ചോദിച്ചു. ഒന്നും പറയാനാവാതെ കാരണവർ കിതച്ചു. നിങ്ങൾ കുളിച്ചില്ലേ? ക്ഷേത്ര നട തുറക്കുന്നില്ലേ എന്നൊക്കെ ഭാര്യ അന്വേഷിച്ചു. ഇല്ല, ഞാൻ കുളിച്ചിട്ടില്ല, ക്ഷേത്ര നട ഇന്ന് തുറക്കുന്നില്ല, കാരണവർ പറഞ്ഞു. എന്തു പറ്റി? എന്താ നട തുറക്കാത്തത്? അങ്കലപ്പോടെ ഭാര്യ ചോദിച്ചു. എനിക്ക് പുലയാണ്, കാരണവർ വിക്കി പറഞ്ഞിപ്പിച്ചു. അതിന് ആര് മരിച്ചു? ഭാര്യ ചോദിച്ചു. അച്ഛൻ മരിച്ചു എന്ന് കിതച്ചുകൊണ്ട് കാരണവർ പറഞ്ഞു. അതിന് നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര കാലമായി? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു എന്നായി ഭാര്യ. രക്ഷിക്കുന്നവനാണ് അച്ഛൻ. ആ അച്ഛൻ മരിച്ചിരിക്കുന്നു, എനിക്ക് പുല ആചരിക്കേണ്ടതുണ്ട്. അമ്പരന്ന് നിന്നുപോയ ഭാര്യയുടെ വ്യസനത്തോടെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നായയുടെ നന്ദിയും ത്യാഗവും അറിഞ്ഞ ആ സ്ത്രീയുടെ നയനങ്ങളും സജലങ്ങളായി. എല്ലാ വേദഗ്രന്ഥങ്ങളും പുണ്യപുരുഷന്മാരും നന്ദിയുടെ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് താനേ ഐശ്വര്യം വർദ്ധിച്ചു വരുമെന്നും വേദഗ്രന്ഥങ്ങളിൽ കാണാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും നന്ദിയോടായിരിക്കണമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് ഉദയൻ മേനോൻ സൈനിങ് ഓഫ്.